വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവപുത്രൻ്റെ തിരുപ്പിറവിയോടുള്ള വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. ലൂക്ക 2:15 മുതലുള്ള വാക്യങ്ങളിൽ ആട്ടിടയന്മാരുടെയും ഇടയന്മാർ പറഞ്ഞത് കേട്ടവരുടെയും ദൈവമാതാവായ മറിയത്തിൻ്റെയും പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ജനന വാർത്ത ആട്ടിടയന്മാരെ അറിയിച്ചിട്ട് ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. തങ്ങളോട് പറയപ്പെട്ടതും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ദൈവമാതാവായ മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഷീ ട്രഷേർഡ് ഇറ്റ് ഇൻ ഹർ ഹാർട്ട് ആൻഡ് പോണ്ടേർഡ് ഓവർ ഇറ്റ്. മത്തായി 2:13 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ ദൈവം നിർദ്ദേശിച്ച പ്രകാരം ജ്ഞാനികൾ മറ്റൊരു വഴിയെ മടങ്ങിപ്പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഹെരോദേസ് ശിശുവിനെ വധിക്കാനിരിക്കുന്ന വിവരം കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിനോട് പറഞ്ഞതനുസരിച്ച് ജോസഫ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. ഹെരോദേസിൻ്റെ മരണം വരെ അവർ അവിടെ താമസിച്ചു. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെരോദേസ് രോഷാകുലനായി. അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. പക്ഷേ ദൈവം തൻ്റെ പുത്രനെ സംരക്ഷിച്ചു. ഹെരോദേസ്, ജ്ഞാനികൾ, ആട്ടിടയന്മാർ, പരിശുദ്ധ മറിയം, ജോസഫ്, ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ട ജനങ്ങൾ, ഇവരിൽ ആരെപ്പോലെയൊക്കെയാണ് നാം? കർത്താവേ, എളിയവരായ ആട്ടിടയന്മാരെ പോലെ ദൈവത്തിൻ്റെ അറിയിപ്പുകളോട് അതിവേഗം പ്രത്യുത്തരിക്കാനും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും സകലരെയും അറിയിക്കുകയും ചെയ്യാനും ജ്ഞാനികളെയും ജോസഫിനെയും പോലെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും പരിശുദ്ധ അമ്മയെപ്പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാനും ഇടയന്മാർ പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ട ജനങ്ങളെപ്പോലെ ദൈവത്തിൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും വിസ്മയത്തോടെ നോക്കിക്കാണാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ.